അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, യാസീൻ സൂറത്തിൻ്റെ അവസാന ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായാണ് നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കേട്ടാലേ നമ്മുടെ ക്ലാസ്സുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. സ്ഥിരമായി ഓതുന്ന സൂറത്തായതിനാൽ പിഴവ് ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടങ്ങുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم أولم يروا أنا خلقنا لهم مما عملت ശദ്ദുള്ള നൂനെ മീമ് പ്രത്യേകം ശ്രദ്ധിക്കണം, മണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അന്ന ഖലഖന ലഹും മിമ്മ, ആദ്യത്തെ മീമിനെ സുക്കൂനുള്ള മീമിനെ, കാരണം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം 3 നിയമങ്ങളാണ്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക, ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ അപ്പോൾ സുക്കൂനുള്ള മീമിനെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, അപ്പോൾ ഒറ്റ മീമായിട്ട് ഉച്ചരിക്കുമെന്നർത്ഥം. ഇനി സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാലുള്ള നിയമമാണ്, അവിടെ ഇഖ്ഫാ ചെയ്യണം. സുക്കൂനുള്ള മീമിന് ശേഷം ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ, ടോട്ടൽ അറബിയിൽ 28 അക്ഷരമാണുള്ളത്. അപ്പോൾ ബാക്കി ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ചെയ്തുകൊണ്ടാണ്, ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കിക്കൊണ്ടാണ്, സുക്കൂനുള്ള മീമിനെ വെളിവാക്കിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് എന്നർത്ഥം. ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ. ഐദീന അവിടെ മദ്ദുണ്ട് അല്ലേ, മദ് മുൻഫസിലാണ്. മദ്ദക്ഷരത്തിൻ്റെ ശേഷം
നീട്ടാനുള്ള അക്ഷരമാണ് മദ്ദക്ഷരം. ആ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ എന്ന് വരിക എന്നുള്ളതാണ് ആ അടുത്ത വാക്കിലാണ് വന്നിട്ടുള്ളത്. അതേ വാക്കിലാണെങ്കിൽ മുത്തസിലാണ്, അടുത്ത വാക്കിലാണ് വന്നതെങ്കിൽ മുൻഫസിലാണ്. അപ്പോൾ അവിടെ അടുത്ത വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്. ഹംസ എന്ന് പറഞ്ഞാൽ ആ അല്ലേ, അൻആമൻ ഫഹും ലഹാ മാലികൂൻ. മദ് ആരിദ് നിർത്തുന്ന അക്ഷരം, ആ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുകയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമായി വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നീട്ടാനുള്ള വരുമ്പോൾ അത് കൂടുതലായിട്ട് നീട്ടണം. കൂടുതൽ എന്ന് പറഞ്ഞാൽ മദ് ആരിദ്. അപ്പോൾ അവിടെ ഒരു പുതിയ മദ് വരും, ആ മദ്ദിൻ്റെ പേരാണ് മദ് ആരിദ്. വദല്ലൽനാഹാ ലഹും ഫമിൻഹാ ലഹും ഫ ലെ ലഹും ഫമിൻഹാ. അവിടെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരം വന്നു. അപ്പം ലഹും എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കി. ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅ്കുലൂൻ വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. വമശാറി എന്ന് പറയാൻ പാടില്ല, റായിന് തർക്കീക്ക് ചെയ്യണം, കസറാണ് ഉള്ളത്. എല്ലാ നിയമങ്ങളും ഇനി പറയില്ല. അപ്പോൾ ബാക്കിയുള്ള കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വത്തഖദൂ മിൻ ദൂനില്ലാഹ്, മിൻ ദൂ ല്ലേ, സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം ദാല് വന്നു. ചാർട്ടിലേക്ക് നോക്കുക, തിരിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം നൗമി, നൂന് വാവ് മീമ് യാവ്, അവിടെ കൂട്ടി യോജിപ്പിക്ക് മണിക്കേണ്ട സ്ഥലമാണ്. ഇദ്ഹാറിൻ്റെ അക്ഷരം വെളിവാക്കേണ്ട സ്ഥലമാണ്. സുക്കൂണുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നാൽ, ചാർട്ടിലുള്ള ഹംസ, ഹാ, ഹ, ഖ, ഐന്, ഗൈന് എന്നീ 6 അക്ഷരങ്ങൾ വന്നാൽ വെളിവാക്കണം. അതേപോലെ തന്നെ കൂട്ടി യോജിപ്പിച്ച് മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് ഇദ്ഗാമും ബിലാഗുന്ന. നേരെ കൂട്ടി യോജിപ്പിക്കുക, പക്ഷെ മണിക്കൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ സുക്കൂണുള്ള നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ബാ വന്നാൽ, ഇതല്ലാത്ത ബാക്കി ഏത് വന്നാലും ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് ദാല് എന്നുള്ളത്. ദാലൊക്കെ ഉണ്ടല്ലോ. മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. അവിടെ ഇഖ്ഫ. ആലിഹത്തല്ല തൻവീൻ്റെ ശേഷം ലാം വന്നു. അപ്പോൾ ആലിഹത്തൻ എന്ന തൻവീനെ ഒഴിവാക്കിയിട്ട് നേരെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു. ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. ഇവിടെ നസ്റഹും അവിടെ ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. വഹും ലഹും അവിടൊക്കെ ജുന്ദും ജുന്ദു തൻവീൻ്റെ ശേഷം ദാൽ വന്നു, ഇഖ്ഫാ. ജുന്ദും മുഹ്ളറൂൻ അവിടെ ഇദ്ഗാമും ബിഗുന്ന. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. أولم يرى الإنسان إخفاء أن അവിടെ മണിക്ക, ശദ്ദുള്ള നൂന് ശദ്ദുള്ള മീമ്. أنا خلقناه من نطفة فإذا هو خصيم مبين. خلقناه നാഹു ഖലഖ്നാ ഒരു അലിഫ് വന്നു. അലിഫ് നീട്ടാനാണ്. അവിടെ കുഞ്ഞലിഫ് വന്നല്ലോ, ചെറിയ ഒരു അലിഫ് വന്നല്ലോ. അപ്പോൾ നീട്ടാനുള്ള അലിഫ വന്ന്, അപ്പോൾ ഫത്തും കസറൊന്നും ഇല്ല. അപ്പോൾ പിന്നെ സുക്കൂനാണ്. സുക്കൂനുള്ള ആ അക്ഷരത്തിന് ശേഷമാണ് ഹാ വന്നത്. അതുകൊണ്ടാണ് ആ ഹായിനെ നീട്ടാതിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ഹാഇൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ ഏതെങ്കിലും രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹാഇനെ നീട്ടുകയില്ല. അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം നൂന് വാവ് മീമ് യാ അല്ലേ, നൂന് വന്നതുകൊണ്ട് ആദ്യത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് കൂട്ടി യോജിപ്പിച്ചു, പിന്നെ മണിക്കുക. അതിനാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയാം. മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. അവിടെയും ഇദ്ഗാമും ബിഗുന്ന. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല. അവിടെ ഹാഇനെ നീട്ടി, കാരണം ഹാഇൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും ശേഷമുള്ള അക്ഷരത്തിനും സുക്കൂനില്ല എന്നുള്ളതാണ്. രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂനില്ല. ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ഇവിടൊക്കെ യാഇന് കസ്റുണ്ട്, അത് യാ ആണ്. ഫത്ത് ഇല്ലെങ്കിലും ഫത്ഹല്ല
പിന്നെ പുള്ളി ഇല്ലെങ്കിലും അതാണ് മയ്യുഹ്യിൽ ഇളാമ വഹിയ റമീം. ഇവിടക്കുന്നത് യാ ആയിട്ടാണ് ഉച്ചരിച്ചിട്ടുള്ളത്. ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ യുഹ്യീഹല്ലദീ യാ ആണ്. ആ യാഇനെ പിന്നെ നീട്ടിയിക്കാണ്. അപ്പം എന്താണ് ഈഹല്ലദീ സാധാരണ നീട്ടുന്നത് പോലെ നീട്ടിയാൽ മതി, കൂടുതലൊന്നും നീട്ടണ്ട. സാധാരണ യാ പിന്നെ ഒരു നീട്ടാനുള്ളതാണല്ലോ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അവിടെ നിന്ന് ശീലിച്ച് വരേണ്ടത് യുഹ്യീഹല്ലദീ. അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ട്. അവിടെ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് തന്നെ നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ആയത്ത് ക്ലിയർ ആക്കണം. ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ഇവിടൊക്കെ മദ്ദുണ്ട്, മദ് മുൻഫസിലാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഖൽഖിൻ തൻവീന് ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരമാണ് ഐന് അല്ലേ. അപ്പം എന്ത് ചെയ്യണം, ഖൽഖിൻ. ഇദ്ഹാറിൻ്റെ അക്ഷരം വന്നാൽ തെൻവീൻ്റെയോ പിന്നെ സുക്കൂണുള്ള നൂനിൻ്റെയോ ശേഷം ഇദ്ഹാറിൻ്റെ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം, ഈ തെൻവീനെ വെളിവാക്കണം. ഖൽഖിൻ അലീം. الذي جعل لكم മിനശ് ശജരിൽ അഖ്ളരി. ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു മണിച്ചു. മിനശ് ശജരിൽ അഖ്ളരി. റാഇനെ തർക്കീക്ക് ചെയ്യണം. മിനശ് ശജരിൽ അഖ്ളരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. ഫഇദാ അൻതും അവിടെ എന്ത് ചെയ്യണം, മദ് മുൻഫസിൽ വരുന്നുണ്ട്. അൻതും മിൻഹു തൂഖിദൂൻ. അപ്പോൾ ഒറ്റ മീമായിട്ട് ഉച്ചരിക്കുന്നു. അതിൻ്റെ ശേഷം പിന്നെ മിൻഹു തൂഖിദൂൻ. അവലൈസ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. ഖാദിരിൻ അവിടെ എന്ത് ചെയ്യണം, ഇദ്ഹാർ ചെയ്യണം. കാരണം ഐന വന്നിട്ടുള്ളത് ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. അലാ അയ്യ അവിടെ എന്ത് ചെയ്യണം, ഇദ്ഗാം ബിഗുന്ന സുക്കൂണിന്റെ നൂനിന് ശേഷം യാ വന്നു. അയ്യ ഖുലുഖ മിസ്ലഹും. ഞാൻ അവിടെ നിർത്തുന്നില്ല എങ്കിൽ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാ വന്നു. എന്ത് ചെയ്യണം, മീമിൻ്റെ ശേഷം 3 നിയമമാണ്. ഒന്ന് ഇദ്ഗാബ്, അതെങ്ങനെ മീമിൻ്റെ ശേഷം മീം വന്നു. പിന്നെ ഉള്ളത് മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫ ആണ്. അപ്പം എങ്ങനെ അത് മിസ്ലഹും ബ അല്ലേ. അല അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഇന്നമാ അംറുഹു. ഈ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേ മദ്ദുകളുണ്ട്. ആ മദ്ദുള്ളടത്തൊക്കെ എന്ത് ചെയ്യണം, നീട്ടണം. ഇന്ന ഷദ്ദുള്ള നൂനാണ്, അപ്പോൾ മണിക്കും ചെയ്യണം. ഇന്നമാ അംറുഹു. ഇവിടെ ഈ ഹായിന് നീട്ടാനുള്ള കാരണം എന്താ, ഹായിൻ്റെ തൊട്ട് മുമ്പുള്ള റായിനും തൊട്ട് ശേഷമുള്ള ഹംസക്കും സുക്കൂൻ ഇല്ല എന്നതുകൊണ്ടാണ്. പിന്നെ ശേഷമുള്ള അക്ഷരം ഹംസ ആയതുകൊണ്ടാണ് കൂടുതൽ നീട്ടിയത്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ലഹു അവിടെ നീട്ടാനുള്ള കാരണം മുമ്പും ശേഷവും സുക്കൂൻ ഇല്ല എന്നുള്ളത് തന്നെ. കുൻ ഫ ഇഖ്ഫ സുക്കൂണ നൂനിൻ്റെ ശേഷം ഫ വന്നു എന്നുള്ളതാണ്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ബിയദിഹി ഈ ഹായിന് നീട്ടാനുള്ള കാരണം എന്താണ്, മുമ്പും ശേഷവും സുക്കൂൻ ഇല്ല എന്നുള്ളതാണ്. കുല്ലി ശൈഇൻ വ അവിടെ എന്ത് ചെയ്യണം, ഇദ്ഗാം ചെയ്യണം. വഇലൈഹി ആ ഹായിന് നീട്ടാത്തതിൻ്റെ കാരണം തൊട്ട് മുമ്പുള്ള യാഇന് സുക്കൂൻ ഉണ്ടായി എന്നുള്ളതാണ്. വഇലൈഹി തുർജഊൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ സംശയം ചോദിച്ചിരുന്നു. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ വുളൂഇൻ്റെ ക്ലാസ്സിലാണ് സംശയം ചോദിച്ചത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്
അവിടെ ലഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി. ല എന്നല്ല, ല എന്നല്ല, ലഹ് എന്നാണ് നിർത്തുമ്പോൾ. ലഹ് എന്ന് പറയാനും പാടില്ല, ല എന്നും പറയാൻ പാടില്ല. ലഹ് ലഹ്. അവിടെ കാരണം ഹ അല്ലേ, ആ ഹാഇന് പിന്നെ നിർത്തേണ്ടത് എങ്ങനെയാണ്? ലഹ് അൽ ഖാരിഅ. ഹാത്ത ആണ് അവിടെ ഉള്ളത്. ആ ഹാത്തതിനെ നിർത്തുന്ന സമയത്ത് വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ ആയത്തുണ്ട്, ലാസ്റ്റത്തെ മുമ്പത്തെ ആയത്ത് 82-ാമത്തെ ആയത്ത് ഇന്നമാ അംറുഹു. അംറുഹു എന്നുള്ളത് അവിടെ നിർത്തുകയാണെങ്കിൽ അമ്രു എന്നല്ല, ഒരു എന്നുള്ള ചെറിയൊരു സൗണ്ട് വരും. ഇദാ അറാദ ഷൈഅൻ ഷൈഅൻ അവിടെ ഇൽഹാറ ചെയ്യേണ്ടത്, കാരണം തൻവീൻ്റെ ശേഷം ഉച്ചാരണത്തിൽ വരുന്ന അടുത്ത ഹംസയാണ്. അയ്യഖൂല ലഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ല. അപ്പോൾ നിർത്തേണ്ട രൂപം മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഈ ഹായിനെ നിർത്തേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞിട്ട് നിർത്താൻ പാടില്ല. അവിടെ നിർത്തേണ്ട രൂപം വഹ്ദഹു ലാ ശരീക ലഹ്. അവിടെ ഇനി നിർത്തുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അപ്പോൾ വ റസൂലുഹു എന്നുള്ളടത്ത് നമ്മൾ നിർത്തിയപ്പോൾ വ റസൂലുഹു. അടുത്ത് ഫസുബ്ഹാനല്ലദീ ബിയദിഹി. അവിടെ വഖഫ് ചെയ്യേണ്ടത് അങ്ങനെയാണ്, ബിയദിഹി എന്നല്ല, ബിയദിഹി. ഇപ്പം ലാസ്റ്റ് താഴത്ത് നോക്കുക, അവിടെ നമ്മൾ ഓരോ പദത്തുമേൽ നിർത്തുകയാണെങ്കിൽ നമ്മൾ ഓരോ പിന്നെ രൂപം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ആദ്യത്തെ വാക്കിൽ അവിടെ നിർത്തുകയാണെങ്കിൽ, എവിടെ നമുക്ക് നിർത്തുകയാണെങ്കിലും ആ നിർത്തുന്നതിന് അതിൻ്റെ അവസാനത്തിൽ സുക്കൂനാണ് ചെയ്യേണ്ടത്. സുക്കൂൻ ഇല്ലാത്ത സ്ഥലങ്ങൾ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഫസുബ്ഹാന എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ ഫസുബ്ഹാൻ, കാരണം വഖഫ് ചെയ്തപ്പോൾ നൂനിൻ്റെ സുക്കൂന് വന്നു. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണ്. ആ അക്ഷരമാകുമ്പോൾ അവിടെ കൂടുതലായിട്ട് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ആ നൂനിന് സുക്കൂന് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അവിടെ ഒരു മദ് വന്നു, മദ് ആരിദ്, ഫസുബ്ഹാൻ. ഇനി അവിടെ നിർത്തുന്നില്ല, ഫസുബ്ഹാനല്ലദീ. അവിടെ പിന്നെ നീട്ടാനുണ്ടായത് കൊണ്ട് അവിടെ അങ്ങനെയാണ് നിർത്തേണ്ടത്. ഇനി അടുത്ത വാക്കിലാണ് നിർത്തുന്നതെങ്കിൽ ഫസുബ്ഹാനല്ലദീ ബിയദിഹി എന്നുള്ളത് ബിയദിഹി. ഇനി അവിടെ അല്ല, അതിൻ്റെ അടുത്ത ശേഷമുള്ള അക്ഷരത്തിലാണ് പദത്തിലാണ് നിർത്തുന്നതെങ്കിൽ ബിയദിഹി മലകൂത്ത്. ആ തായിന് സുക്കൂൻ ചെയ്തു. അതിന് തൊട്ട് മുമ്പുള്ളത് വാവായത്, നീട്ടാനുള്ള വാവായതുകൊണ്ട് നീട്ടാനുള്ള അക്ഷരം വന്നാൽ അപ്പോൾ മദ് ആരിൽ വരും. ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വ ഇലൈഹി തുർജഊൻ. ഏതായാലും എല്ലാ സ്ഥലത്തും നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ശ്വാസം മുട്ടുന്ന സ്ഥലത്തെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സാധാരണ നിർത്തുള്ളൂ. അല്ലെങ്കിൽ ചിഹ്നങ്ങളുള്ള സ്ഥലത്ത് അപ്പോൾ അവിടെ നിർത്തുക. ബാക്കിയുള്ള ഏത് സ്ഥലത്ത് നിർത്തിയാലും ഒന്ന് എടുത്തു ഓതൽ നല്ലതാണ്. 82-ാമത്തെ ആയത്തിൽ ഇദാ അറാദ ഷൈഅ, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഷൈഅ തൻവീൻ ആയതുകൊണ്ട്, തൻവീൻ ഫത്ത് ആയതുകൊണ്ട് ഷൈഅ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. അയ്യഖൂൽ അവിടെ നിർത്തി, അയ്യഖൂല ലഹ് അവിടെ നിർത്തി, കുൻ ഫയകൂൻ നൂന് സുക്കൂൻ ചെയ്തു. അപ്പം എന്ത് ചെയ്തു? പിന്നെ നൂന് വെളിവാക്കണം. അപ്പോൾ വെളിവാക്കാരന ഫയക്കു അവിടെ പിന്നെ പ്രത്യേക നിയമം ഉണ്ടായതുകൊണ്ടല്ല, അവിടെ വഖഫ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതോടുകൂടി നമ്മളെ യാസീന് ഫുള്ളായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിൽ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ട് യാസീനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിയറാക്കി വെക്കുക. ഈ പറഞ്ഞ പ്രകാരമായിരിക്കണം എന്നും ഓതേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ പൊതുപരീക്ഷയൊക്കെ നടക്കുകയാണ്. അല്ലാഹു തആല നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. യാസീൻ്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ ഈ ലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.